എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ കണ്ടിജൻസി ആർഗ്യുമെൻറ്റിനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കണ്ടിജൻസി ആർഗ്യുമെൻറ്റ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമ്മളെ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു നെസസറി ബീയിങ്, ഒരു തുടക്കവും ഒടുക്കവും ഇല്ലാത്ത, ഒരു മാറ്റവും ഇല്ലാത്ത ഒരു നെസസറി ബീയിങ് ആവശ്യമില്ല എന്നുള്ളത്, അതിന് പകരമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം, ഈ കണ്ടിൻജൻറ്റ് ആൻഡ് നെസസറി ബീയിങ്സ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിൽ നമ്മൾ കാര്യങ്ങളെ കാണേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ബ്രോഡ്ലി രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന്, ഒരു അൺകോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കോഴ്സും, പിന്നെ രണ്ടാമത് അതിൻ്റെ ഇഫക്ട്സും അല്ലെങ്കിൽ കോസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഇഫക്റ്റുകളും. പിന്നെ കണ്ടിൻജൻറ്റ് നെസസറി എന്നൊക്കെ പറഞ്ഞൊരു ബ്രാക്കറ്റിൽ കാണുന്ന സമയത്ത് നമുക്ക് പല കൺഫ്യൂഷൻസും ഉണ്ടാകാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കണ്ടിജൻസി ആർഗ്യുമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊതുവേ കണ്ടുവരുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ നിലനിൽക്കെ തന്നെ ഒരു നെസസറി ബീയിങ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ള രീതിയിൽ പൊതുവേ ഒരു ചർച്ച വരാറുണ്ട്. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നെസസറി ബീയിങ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ വേറൊരു തിയറി പറഞ്ഞു, പക്ഷേ അതൊരു പോസിബിലിറ്റി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത്, വേണമെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു നെസസറി ബീയിങ് എന്നുള്ളത് വേണമെങ്കിൽ ഒരു പോസിബിലിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നു, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നെസസറി ബീയിങ് എന്ന് പറയുന്ന ഒരു നിലനിൽപ്പ് ഉണ്ടാവുക സാധ്യമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നിലനിൽക്കുക അസാധ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്, അതുകൊണ്ട് അതുണ്ട് എന്നങ്ങ് സ്ഥാപിക്കുകയാണ്. ഇത് വളരെ ജനറലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉറപ്പായും നിലനിൽക്കാതിരിക്കുക സാധ്യമല്ലാത്ത ഒരു വസ്തു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ അംഗീകരിച്ച് കൊടുത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ പ്രപഞ്ചത്തിലെ കണ്ടിജൻ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന വസ്തുക്കൾ ഇവിടെ ഉണ്ട്. ഇതുണ്ടെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മറ്റ് ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻസ് ഒന്നും നമ്മൾ എടുത്തില്ലെങ്കിൽ ഉറപ്പായും നിലനിൽക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന നെസസറി ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ യൂണിവേഴ്സ് ഇല്ലെങ്കിൽ, കണ്ടിജൻ്റ് എക്സിസ്റ്റൻസുകൾ ഇല്ലെങ്കിൽ പോലും ഉറപ്പായും അപ്പോഴും ഇപ്പോഴും എപ്പോഴും എല്ലാം എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു വസ്തുവായിട്ടല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സ് ഇല്ലെങ്കിൽ, ഈ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാധനമായിട്ടുള്ള ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നിലനിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനൊരു വസ്തു നിലനിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കോറ് മനസ്സിലാക്കാതെ പൊതുവെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ അത് ഡെഫിനിഷനിൽ തന്നെ അത് ഉറപ്പായും നിലനിൽക്കേണ്ട ഒരു വസ്തുവാണ്, അതുകൊണ്ട് അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രിമിറ്റീവ് ഫോം ഓഫ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊട്ടും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങളൊരു കാര്യത്തെ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് അത് ആ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള തെളിവല്ല. നിങ്ങൾ ആ രീതിയിൽ വെറുതെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നെസസറി ബീയിങ് ഉണ്ടാകേണ്ടതാണ്, അതുകൊണ്ട് അതുണ്ട് എന്ന് പറയുന്നതിൽ വാലിഡിറ്റി ഇല്ല. ഇനി മറ്റൊരു രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റാണ്, നെസസറി ബീയിങ് എന്ന് പറയുന്നത് അതൊരു പോസിബിലിറ്റി ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളുടെ മൈൻഡിൽ കൺസീവ് ചെയ്യാൻ സാധിച്ചാൽ, മൊഡാൽ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് വഴി അതൊരു സത്യമായി മാറും എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതാണ്. ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അത് എല്ലാ പോസിബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലും എക്സിസ്റ്റ് ചെയ്യണം. കാരണം ഈ നെസസറി ബീയിങ്ങിനെ ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് എല്ലാ പോസിബിൾ വേൾഡുകളിലും അല്ലെങ്കിൽ എല്ലാ പോസിബിൾ എക്സ്പ്ലനേഷൻസിലും മസ്റ്റായിട്ട് ഉണ്ടാകേണ്ട ഒന്നാണ് നെസസറി ബീയിങ് എന്നുള്ള രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് നെസസറി ബീയിങ്ങിനെ കൊണ്ടുവയ്ക്കാമെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയാണ്, ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് എല്ലാ പോസിബിൾ വേൾഡ്സിലും അത് ഉണ്ടാകണം. നമ്മളുടെ ഈ ആക്ച്വൽ റിയാലിറ്റിയും ഒരു പോസിബിൾ വേൾഡാണ്, അതുകൊണ്ട് ഈ റിയാലിറ്റിയിലുമുണ്ട് എന്ന് പറയുന്ന ഒരു ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ തെറ്റാവുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് മാക്സിമലി ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു നെസസറി ബീയിങ് എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒന്നാമത് ഇവിടെ എഗ്രി ചെയ്തത് ഒരു മാക്സിമലി ഗ്രേറ്റ് നെസസറി ബീയിങ് എക്സിസ്റ്റ് ചെയ്യുക സാധ്യമാണ് എന്നുള്ളതല്ല നമ്മൾ എഗ്രി ചെയ്ത കാര്യം. അപ്പോൾ നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവും ഇല്ലാത്ത ഈ യൂണിവേഴ്സിന് പുറത്തുള്ള ഒരു എൻറ്റിറ്റി എന്ന്, അല്ലാതെ അത് എല്ലാ പോസിബിലിറ്റീസിലും എക്സിസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഡെഫിനിഷൻസ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാത്തിടത്തോളം കാലം ആ ഒരു പ്രോപ്പർട്ടി നമുക്കിവിടെ കൊണ്ടുവന്ന് ആരോപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ വരുന്ന കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾക്ക് ഒരു നെസസറി ബീയിങ് ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് കൺസീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ആർഗ്യുമെൻറ്റ്സ് വരാറുണ്ട്.
അപ്പോൾ ഇത് ശരിയല്ല. കാരണം നെസസറി ബീങ് ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല. ഒരു കാര്യത്തെ, ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ കാര്യത്തെപ്പറ്റി മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നെസസറി ബീങ് ഇല്ലാത്ത യൂണിവേഴ്സും കൺസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നെസസറി ബീങ് ഇല്ലാത്ത ഒരു മോഡലാണ്. ഇനി അങ്ങനെയല്ല, വേറൊരു രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നില്ലാത്ത ഒരവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒന്നുമില്ല, നത്തിങ്നെസ് ആണ് എന്ന് വിചാരിക്കാം. ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി പറ്റും. നിങ്ങൾ ഈ യൂണിവേഴ്സിലുള്ള ഓരോ വസ്തുക്കളെയും റിമൂവ് ചെയ്യുന്നതായിട്ട് ആലോചിച്ച് നോക്കുക. അങ്ങനെ റിമൂവ് ചെയ്ത് ഈ യൂണിവേഴ്സിനെ മുഴുവൻ നിങ്ങൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നത്തിങ്നെസ്സും അല്ലെങ്കിൽ നെസസറി ബീങ് ഇല്ലാത്തൊരു എക്സ്പ്ലനേഷനും ഒക്കെ സാധ്യമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന ഒരു മോഡൽ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതിനെതിരെ വരുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നെസസറി ബീങ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടുമുള്ള ഒരു വസ്തുവാണ്, അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒന്നാമത് ഇവിടെ നെസസറി ബീങ് വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. ഇനി ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും ശരിയല്ല. കാരണം നിങ്ങൾ നെസസറി ബീങ്ങിനെ റിമൂവ് ചെയ്ത് ഒരു നത്തിങ്നെസ്സിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ റിമൂവ് ചെയ്യുന്നത് നെസസറി ബീയിങ്ങും അതിൻ്റെ മസ്റ്റ് എക്സിസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നെസസറി ബീയിങ് മസ്റ്റ് എക്സിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയും കൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു അബ്സല്യൂട്ട് ഒരു നത്തിങ്നെസ്സിലേക്ക് എത്തും. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ കൺഫ്യൂഷൻസ് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക. നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ 2, ഈ നെസസറി ബീയിങ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു വസ്തുവാണെങ്കിൽ അത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലും കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്തരം സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഡിസ്കഷൻസ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനലിൽ തന്നെ ഒരു ഡിസ്കഷൻ ആവാം. ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം എന്താണ് എന്ന് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എത്താം എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്.